രണ്ടാമത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ-2ന്റെ വിക്ഷേപണം ജൂലൈ 2-ാം വാരം നടക്കും. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. 800 കോടി രൂപ ചെലവിലാണ് ചന്ദ്രയാൻ-2 ഒരുക്കുന്നത്. ജൂലൈ 9-നും 16-നും ഇടയിൽ വിക്ഷേപണം നടക്കുന്ന ചന്ദ്രയാൻ-2 സെപ്റ്റംബർ 6-ന് ചന്ദ്രനിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓർബിറ്റർ, ലാൻഡർ, റോവർ എന്നീ 3 ഘടകങ്ങളുള്ള പേടകത്തെ GSLV മാർക്ക് റോക്കറ്റാണ് വഹിക്കുക. സെപ്റ്റംബർ 6-ന് ചന്ദ്രയാൻ-2 ചന്ദ്രോപരിതലത്തിൽ എത്തുമെന്നാണ് കരുതുന്നത്. ചന്ദ്രോപരിതലത്തിൽ ഗവേഷണങ്ങൾ നടത്താൻ ഇതാദ്യമായാണ് ISRO റോവർ ഉപയോഗിക്കുന്നത്. ചന്ദ്രയാൻ-2ന്റെ ദൗത്യത്തിന് 800 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ISRO ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും സങ്കീർണമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദൗത്യത്തിന്റെ ആകെ ഭാരം 3290 കിലോഗ്രാമാണ്. നേരത്തെ ഏപ്രിലാണ് ചന്ദ്രയാൻ-2ന്റെ വിക്ഷേപണം ISRO നിശ്ചയിച്ചിരുന്നത്. 2008 ഒക്ടോബർ 22-നാണ് ആദ്യത്തെ ചന്ദ്രപര്യവേഷണമായ ചന്ദ്രയാൻ-1 ഇന്ത്യ വിക്ഷേപിച്ചത്. 2009 ഓഗസ്റ്റ് 29-ന് ചന്ദ്രയാൻ-1മായുള്ള ബന്ധം ISROയ്ക്ക് നഷ്ടമായിരുന്നു. ആദ്യ ദൗത്യത്തിന് 10 വർഷത്തിന് ശേഷമാണ് ചന്ദ്രയാൻ-2 വിക്ഷേപിക്കുന്നത്. 2022-ൽ 3 ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനാണ് ISRO ഉദ്ദേശിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.